മക്കളെ ഈ ക്വസ്റ്റൻ എല്ലാവരും നോക്കി. ഒരാൾ 15 ആപ്പിളും 12 ഓറഞ്ചും മേടിച്ചു, 440 രൂപ കൊടുത്തു. ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്പിളിനും ഓറഞ്ചിനും പോസിബിളായിട്ട് ഒരു പ്രൈസ് പോലും കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ഒക്കെ എഴുതും. 15x 12y = 447. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കും. 25x + 20y = 245. അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കാൻ നമ്മൾ അവരുടെ സമയം പോകത്തില്ലേ. അതിന് പകരം ഒരു പരിപാടിയുണ്ട്. ഓക്കെ, ലീനിയർ ഇക്വേഷൻസിനകത്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ടൊരു വഴിയുണ്ട്. ഇങ്ങനെയാണ് ആ വഴി. ആദ്യത്തെ ലീനിയർ ഇക്വേഷൻ a1x + b1y + c1 = 0യും രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ a2x + b2y + c2 = 0 വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് രണ്ടും സോൾവ് ചെയ്ത് എക്സിനും വൈക്കും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. a1/a2 = b1/b2 ≠ c1/c2. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കിയാൽ മതി. ഞാനത് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. 15 ആപ്പിളും 12 ഓറഞ്ചും അല്ലേ. 15 എഴുതുക, 12 എഴുതുക, 447 എഴുതുക. ഇനി ആദ്യത്തെ ഓപ്ഷനിലുള്ള വാല്യൂസ് എടുത്തേ. 25 ആപ്പിൾ ബൈ 25, 20 ഓറഞ്ച് ബൈ 20, അവിടെ 745. ഇത് രണ്ട് ഈക്വലും അതുമായിട്ട് അൺഈക്വലും ആണെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? 15 × 25 5 വെച്ച് കിട്ടിയാൽ 3/5 അല്ലേ. 12 × 20 4 വെച്ച് കിട്ടിയാൽ 3/5 അല്ലേ. ഇനി 447/245. മേളിൽ 3യും താഴെ 5ഉം വരണ്ടേ. അപ്പോൾ താഴെ ഒന്ന് 5 വെച്ച് വെട്ടിക്കുക. 5 വെച്ച് കിട്ടിയാൽ ഓറഞ്ച് 5, 4 × 20, 9 × 45, 149. മേളിൽ 149 × 3 ആണെങ്കിൽ ഓക്കെയാണ്. 9 27 2 12 14 61 3 4 ആണോ? 447 ആണല്ലോ. പക്ഷേ ഇവിടെ എത്ര കിടക്കുന്നത്? 3/5 അല്ലേ വന്നിരിക്കുന്നത്. സോ ഇത് ഈക്വലാണ്. അപ്പോൾ നടക്കില്ല. മനസ്സിലായോ? a1/a2 = b1/b2 ≠ c1/c2 വരണം. അപ്പോൾ ഇവിടെ നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഓപ്ഷൻ എടുക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എടുക്കും. ഇതാണ് പരിപാടി. 15 12 447. രണ്ടാമത്തെ ഓപ്ഷനിൽ എത്രയുള്ളൂ? 10 13 353. ഇത് നടക്കത്തില്ല. കാരണം a1/a2 = b1/b2 എന്ന് പറയണ്ടേ. അങ്ങനെ വരാത്തത് കൊണ്ട് ഈ ഓപ്ഷൻ വരില്ല. സോറി, മൂന്നാമത്തെ എടുത്തേ. 12 8 340. 12 8 15/12 3 വെച്ച് കിട്ടിയാൽ 5/4 എന്ന് വരും. ഇത് വെട്ടിക്കഴിഞ്ഞാൽ 6/4 എന്നല്ലേ വരും. അൺഈക്വൽ അല്ലേ. അപ്പോൾ ഇതും നടക്കില്ല. ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കുക. അപ്പോൾ മിക്കവാറും എന്തായാലും ആൻസർ ഏതായിരിക്കും? ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇവരെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി വരാനുള്ള കണ്ടീഷൻ ഏതാ? a1/a2 = b1/b2 ≠ c1/c2. അടുത്ത നോക്കുവാണെങ്കിൽ 15/35 12/28. ഇത് രണ്ട് ഈക്വൽ ആണോ നോക്കി. 5 വെച്ച് കിട്ടിയാൽ 3/7, 4 വെച്ച് കിട്ടിയാൽ 3/7. ലാസ്റ്റത്തത് 447 / 1029. 447 / 1029. എല്ലാത്തിനും നമുക്ക് ഇപ്പോൾ ചെറിയ ഫാക്ടർ നോക്കുവാണെങ്കിൽ നേരത്തെ നമ്മളൊരു 149 എന്നുള്ളൊരു സാധനം കണ്ടായിരുന്നു അല്ലേ. ജസ്റ്റ് 3 വെച്ച് കിട്ടിക്കുക. എല്ലാവരും 3 വെച്ച് കിട്ടിയാൽ 3 × 4 12, 3 × 9 27. 3 വെച്ച് കിട്ടിയാൽ 3 9, 3 4 12, 3 × 3 9 343. 7ൻ്റെ ക്യൂബ് അല്ലേ. ഇവിടെ 7 വെട്ടുമോ? ഇല്ല. ദാറ്റ് മീൻസ് ഇതിങ്ങനെ കിടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ a1/a2 = b1/b2 ≠ c1/c2. അതിൻ്റെ അർത്ഥം ഏതാ ആൻസർ? ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. എങ്ങനെയുണ്ട് സാധനം?